മെസ്സിപ്പട കേരളത്തിലെത്തുമെന്ന വാർത്തയുടെ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ. സൗഹൃദ മത്സരത്തിന് പ്രഥമവേദിയായി പരിഗണിക്കുന്ന കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ഫുട്ബോൾ ആരാധകർക്ക് അതൊരു സ്വപ്ന സമാനമായ ആലോചനയാണ്. മെസ്സി കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുന്നു, മെസ്സിയുടെ കളി കൊച്ചിയിലോ കോഴിക്കോടോ ഒക്കെ നേർക്കുന്നവർ കാണുന്നു എന്നുള്ളത്. ആ സ്വപ്ന സമാന സാഹചര്യത്തെ ആരാധകർ കാണുന്നത് എങ്ങനെയാണ്? ഹഷ്മി, ഫുട്ബോളിന്റെ രാജകുമാരൻ മെസ്സി ഇതാ കൊച്ചിയിലേക്ക് വന്നിറങ്ങാൻ പോകുന്നു എന്നുള്ള ആ ഒരു വാർത്ത വലിയ ആവേശത്തോടെയാണ് ഫുട്ബോൾ പ്രേമികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ മെസ്സി സംഘമെത്തി ഇവിടെ ആദ്യത്തെ മത്സരം നടക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഫുട്ബോൾ മൈതാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ISL മത്സരങ്ങൾക്ക് വേദിയാകുന്ന പ്രധാനപ്പെട്ട വേദി കൂടിയാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അത് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോഴ്സ കൊച്ചിയുടേതടക്കമുള്ള ക്ലബ്ബുകളുടെ അവരുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ഈ സ്ഥലം. 41,000 ഇപ്പോഴത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. 1996-ൽ 28 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാണുന്ന സ്റ്റേഡിയം തുറന്നു കൊടുക്കുമ്പോൾ 80,000 മുതൽ 1,00,000 വരെയായിരുന്നു സീറ്റിംഗ് കപ്പാസിറ്റി. പക്ഷേ അത് പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ 40,000, 41,000 കുറയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നിരവധി മത്സരങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. GCDAയുടെ കൈവശമാണ് നിലവിൽ ഇതുള്ളത്. അതേസമയം കാശ്മീർ ഒരു കാര്യം പറയേണ്ടത്, അതുപോലെയുള്ള ഇന്റർനാഷണൽ താരങ്ങൾ, മെസ്സിയെ പോലെയുള്ള താരങ്ങൾ എത്തുമ്പോൾ ഈ മുഖച്ഛായ മൊത്തത്തിലൊന്ന് മാറേണ്ടി വരും. അതിനെന്തായാലും GCDAക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല. സർക്കാർ സ്വാഭാവികമായും സ്റ്റേഡിയം ഏറ്റെടുക്കേണ്ടി വരും. സ്റ്റേഡിയം സർക്കാർ ഏറ്റെടുത്ത് അത് നവീകരിക്കേണ്ടി വരും. കോൺക്രീറ്റ് പാളികളൊക്കെ കഴിഞ്ഞ മത്സരങ്ങൾക്കിടയിൽ ഇളകി വീണ ദൃശ്യങ്ങളടക്കം നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു. ഒപ്പം GCDA ആ വിഷയത്തിൽ ഇടപെടുമെന്നൊക്കെ അറിയിച്ചതാണ്. കടകളൊക്കെ തന്നെ ഒരുപാടുണ്ട്. ഇനി കുറേയധികം മുഖമിനുക്കേണ്ടതുണ്ട്. ഈ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ തന്നെ ഇളകി വീഴുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. ഒപ്പം ലൈറ്റിംഗിന്റെ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ഇന്റർനാഷണൽ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതൊക്കെ ചെയ്തെടുത്താൽ ഒരു 50,000 ഒക്കെ സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയാക്കി വളരെ മികച്ച അനുഭവം, കളി അനുഭവം ഇവിടെ ആരാധകർക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഹാഷ്മി കരുതുന്നത്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് ആവേശമുണർത്തുന്ന വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. ആദ്യത്തെ മത്സരം തന്നെ ഒരുപക്ഷെ കൊച്ചിയിലായിരിക്കും നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിന്റെ ആദ്യ പട്ടികയിൽ തന്നെയുണ്ട്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലേക്കാണോ കോഴിക്കോടേക്കാണോ മെസ്സിയും സംഘം കളിക്കുക? അതിന് മുമ്പ് ഒരു കടമ്പ കടക്കാനുള്ളത് എന്താണ്? ഈ AFA ടീം ഇവിടെ വരണം, ഇവിടെ വന്ന് നമ്മുടെ സ്റ്റേഡിയം കാണണം, നമ്മുടെ സ്റ്റേഡിയം കണ്ടത് ലോകോത്തരമാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ട്. എന്തായാലും പരിഹരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു.